സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരുന്ധതി വന്നിട്ട് പ്രഭാവതിയെ വെല്ലുവിളിച്ച് പോയതിന് ശേഷമാണ് പ്രഭാവതിക്ക് കാര്യങ്ങൾ ക്ലിയർ ആവുന്നത്. ദേവികയെ മത്സര രംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത് അരുന്ധതിയാണെന്നും അത് പ്രഭാവതിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നും വ്യക്തമായതോടുകൂടി നമ്മളുടെ ഭാർഗവിയും പ്രഭാവതിയോട് പറയുന്നുണ്ട്, പ്രഭകുഞ്ഞ് അവളുടെ ഫിക്ഷയായിട്ട് കിട്ടിയ MLA സ്ഥാനം ഒരിക്കലും നമുക്ക് ആവശ്യമില്ല. അത് നമ്മൾ തകർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവൾ തയ്യാറാവണതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദേവിമോളെ വിളിച്ചിട്ട് ഇതിൽ നിന്നും പിന്തിരിയാൻ പറയണമെന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഇനിയിപ്പം അത് പറഞ്ഞ സിദ്ധു എന്ത് പറയും ഭാർഗവി? സിദ്ധുവിനോട് ഞാൻ മറുപടി പറയണേ എന്താ? ഈ കാര്യങ്ങളൊന്നും സിദ്ധുവിനോട് പറയാനും പറ്റില്ല എന്ന് പറയുമ്പം ഭാർഗവി പറയുന്നുണ്ട്, അതൊന്നും പ്രഭകുഞ്ഞ് പേടിക്കണ്ട. സിദ്ധാർത്ഥ സാറിനോട് ധൈര്യമായിട്ട് പ്രഭകുഞ്ഞ് കാര്യങ്ങൾ പറ. ആദ്യം തന്നെ ദേവിമോളെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ. ഇവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ദേവിമോളോട് നേരിട്ട് സംസാരിച്ചാൽ മതി. ഫോണിലൂടെ കാര്യങ്ങൾ പറയണ്ട. അങ്ങനെ നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ ദേവിക പറഞ്ഞ അനുസരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ ദേവികയ്ക്ക് ഫോൺ ചെയ്യാണ്. ഇതേ സമയം നമ്മളുടെ ദേവിക ചന്ദ്രമതിയുടെ അടുത്ത് സംസാരിച്ച് നിൽക്കുകയാണ്. ചന്ദ്രമതി പറയുന്നുണ്ട്, നമ്മളുടെ വീട്ടിൽ നേരത്തെ ആരെങ്കിലും സ്ഥാനാർത്ഥിയായി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഉത്സവം പോലെയായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനത്തെ സന്തോഷങ്ങളൊന്നുമില്ല. ഇപ്പോൾ ദേവിമോൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ആ ഒരു സന്തോഷത്തിലാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് പ്രഭാവതിയുടെ കോൾ വരുന്നത്. പ്രഭാവതിയുടെ കോൾ കാണുന്നതും ദേവിക അമ്മയാലോ വിളിക്കണമെന്ന് പറഞ്ഞ് വേഗം തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ മോൾ അത്യാവശ്യമായിട്ട് വീട് വരുമെന്ന് വരണമെന്ന് പറയണു. ആ സമയത്ത് എന്തിനാന്ന് ചോദിക്കുമ്പം എനിക്ക് മോളോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. അപ്പം ദേവികയാണെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് എന്നെ പറയുന്നുണ്ട്, ഞാൻ വരില്ല അമ്മേ. നന്ദുവാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയത്. നന്ദു തിരിച്ച് വിളിച്ചു കൊണ്ടുപോവാതെ ഞാൻ ഒരിക്കലും വീട്ടിലോട്ട് തിരിച്ചു വരില്ല. അതെൻ്റെ ഉറച്ച തീരുമാനമാണ്. ഞാൻ ആ തീരുമാനം എടുക്കുന്നത് അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അമ്മയെപ്പോലെയും നന്ദനെപ്പോലെയും തന്നെ വ്യക്തിത്വമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്നെ വിളിച്ചു കൊണ്ടുപോകാൻ വരാതെ ഞാനിനി ഒരിക്കലും ചന്ദ്രത്തേക്ക് കാലെടുത്ത് കുത്തില്ല എന്ന് തീരുമാനിച്ചേക്കണേ എന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, മോളെ ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മോളെ വിളിച്ചത്. മോൾ ഇവിടം വരെ വന്നിട്ട് ഞാൻ സംസാരിച്ച് കഴിയുമ്പം തിരികെ പോയിക്കോ, പ്രശ്നമില്ല എന്ന് പറയുമ്പം ഞാൻ എന്തൊക്കെയായാലും വരില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നന്ദൻ വന്ന് വിളിക്കട്ടെ, അപ്പം ഞാൻ വരാമെന്ന് പറയുന്നു. അത് കേട്ടതും പ്രഭാവതിക്ക് സമാധാനമാവുന്നുണ്ട്. അപ്പോൾ പ്രഭാവതി ചോദിക്കുന്നുണ്ട്, നന്ദൻ വന്ന് വിളിച്ചാൽ നീ വരുമോയെന്ന് ചോദിക്കുമ്പം ഞാൻ വരുമെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും ഞാൻ നന്ദനെ പറഞ്ഞു വിടാമെന്നും പറഞ്ഞ് പ്രഭാവതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഭാർഗവി ചോദിക്കുന്നുണ്ട്, എന്താ ഈ പ്രഭകുഞ്ഞെ ദേവിമോൾ വരാമെന്ന് പറഞ്ഞു എന്ന്. ഇല്ല ഭാർഗവി, നന്ദൻ ചെന്ന് വിളിക്കാതെ ദേവി വരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും പ്രഭകുഞ്ഞെന്ന് ചോദിക്കുമ്പം എന്തായാലും നന്ദനെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ട് ദേവിയെ വിളിച്ചു വരുത്തണം. വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ ദേവിയോട് നേരിട്ട് സംസാരിക്കണം. ഇല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിൻ്റെ സർവ്വനാശമായിരിക്കും സംഭവിക്കാൻ പോണെന്ന് പറയുമ്പം ഭാർഗവി പറയുന്നുണ്ട്, അത് പ്രഭകുഞ്ഞ് പറഞ്ഞത് നേരാ. എന്തായാലും ആ അരുന്ധതിയെ ഇനി അങ്ങനെ വെറുതെ വിടാൻ പാടില്ല പ്രഭകുഞ്ഞെന്ന്. ഈ സമയം ദേവികയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്തിട്ട് ചന്ദ്രമതിയുടെയൊക്കെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ആരാ മോളെ വിളിച്ചതെന്ന് ചോദിക്കുമ്പം അമ്മയെ വിളിച്ച് പ്രഭ എന്തിനു വിളിച്ചതാ? എന്നോട് വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് മോളെപ്പോഴാണ് പോണേന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോകുന്നില്ല, നന്ദു അല്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടേ. നന്ദു വന്ന് വിളിച്ചു കൊണ്ടുപോയാലേ ഞാൻ അങ്ങോട്ട് ചെല്ലുള്ളൂ എന്ന് അമ്മയോട് ഞാൻ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? പ്രഭയ്ക്കത് വിഷമാവൂലേ? പ്രഭ നിന്നെ സ്വന്തം മോളെ പോലെയല്ലേ കാണണേ. അപ്പോൾ പ്രഭ വിളിക്കുമ്പോൾ മോൾ ചെല്ലേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പം എനിക്കും ഒരു വ്യക്തിത്വം ഇല്ലേ ആൻറ്റി? എന്നെ നന്ദു ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് എത്ര ദിവസമായി, ഇതുവരെയും എന്നോട് വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള വീട്ടിലോട്ട് ഞാൻ എന്തിനാ ആൻറ്റി പോണേ? എന്തായാലും നന്ദു വരുമെന്ന് നോക്കട്ടെ. നന്ദു വരുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പോവാമെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതിയാണെങ്കിൽ എങ്ങനെയും പ്രഭാവതിയെ തകർക്കണം. അവളെ ഇനി വെറുതെ വിടാൻ പാടില്ല. ദേവികയെ ഒരിക്കലും അവളുടെ കുടുംബത്തേക്ക് ഇനി വിടരുത്. നന്ദുവും ദേവികയും തമ്മിൽ ഇനി ഒരിക്കലും ഒരു ബന്ധം ഉണ്ടാവരുതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വേഗം തന്നെ ഫോൺ എടുത്ത് ദേവികയ്ക്ക് വിളിക്കുന്നുണ്ട്. ദേവികയാണെങ്കിൽ അരുന്ധതിയുടെ കോൾ ഉണ്ടതും വേഗം തന്നെ എന്താ വേണമെന്ന് ചോദിക്കുമ്പം എന്താ ഈ ദേവിക കാര്യങ്ങളൊക്കെ എന്നാണ് നോമിനേഷൻ കൊടുക്കണേന്ന് ചോദിക്കുമ്പം അത് അച്ഛൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല മേഡം. എപ്പോഴാണെങ്കിലും പോണ സമയത്ത് എന്നെ കൂടി വിളിച്ചേരാൻ ഞാനും കൂടി വരാട്ടോ എന്ന് പറയുന്നു. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഉറപ്പായിട്ടും ഞാൻ മേഡത്തെയും വിളിക്കാം. മേഡം എന്തായാലും എൻ്റെ കൂടെ വരണം. എന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന മേഡത്തിനാണ് അതിന് ഏറ്റവും കൂടുതൽ യോഗ്യത എന്ന് പറയുന്നു. അത് കേട്ടതും നമ്മളുടെ അരുന്ധതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് അരുന്ധതി ചോദിക്കുന്നുണ്ട്, ദേവികയുടെ ഹസ്ബൻഡ് വന്നില്ലേ, ഹസ്ബൻഡ് വീട്ടിലേക്കൊന്നും പോയില്ലേ എന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, എന്നെ ഇന്ന് അമ്മ വിളിച്ചിരുന്നു, വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്തായാലും നന്ദു വന്ന് വിളിക്കാതെ ഞാൻ പോകില്ല എന്നും പറഞ്ഞിട്ടുണ്ടെന്ന്. ആ സമയത്ത് തന്നെ അരുന്ധതിക്ക് മനസ്സിലാവുന്നുണ്ട് തൻ്റെ ആ തുറന്നു പറച്ചിലിൽ പ്രഭാവതി എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ദേവികയുടെ
സ്ഥാനാർത്ഥിത്വം മിക്കവാറും പിൻവലിക്കാനുള്ള തീരുമാനമായിരിക്കും. അതിന് വേണ്ടിയിട്ടായിരിക്കും ദേവികയോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞേക്കണേന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട്. എന്നിട്ട് അരുന്ധതി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ദേവിക പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പം നന്ദു വിളിക്കാൻ വരാണെങ്കിൽ മാത്രമേ ഞാൻ പോവുള്ളൂ, എനിക്കും ഇല്ലേ മേഡം ഒരു വ്യക്തിത്വമൊക്കെ, എന്നെ എത്രയെന്ന് വെച്ചിട്ടാണ് നന്ദു അപമാനിക്കണേ, ഇതുവരെ നന്ദു എൻ്റെ ഭാഗം കേൾക്കാൻ പോലും കൂട്ടാക്കിയിട്ടില്ല, അങ്ങനെയുള്ളിടത്തേക്ക് നന്ദു വിളിക്കാതെ ഞാൻ ചെല്ലില്ല എന്ന് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ തന്നെ അരുന്ധതിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ദേവിക അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പ്രഭാവതി ഉറപ്പായിട്ടും ദേവികയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ പറയുന്നുള്ള കാര്യം. എന്നിട്ട് അരുന്ധതി പറയുന്നുണ്ട്, എന്തായാലും ദേവിക എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഇതിൽ നിന്നും ദേവിക പിന്മാറരുത്, ഉറപ്പായിട്ടും ദേവിക മത്സരിക്കണം, ദേവിക മത്സരിക്കേണ്ടത് ഇപ്പോൾ എൻ്റെ കൂടി ആവശ്യം, ആരൊക്കെ എതിർത്താലും ദേവികയ്ക്ക് സപ്പോർട്ടായിട്ട് ഞാനുണ്ടാവുന്നു. അത് കേട്ടതും ദേവിക പറയുന്നുണ്ട്, അതെനിക്ക് അറിയാം മേഡം, ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഞാനിത് പിൻവലിക്കാനൊന്നും പോകുന്നില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനാണ്. പ്രഭാവതി ആണെങ്കിൽ ഇനി ഇതിപ്പോൾ എങ്ങനെ നന്ദനോട് പറയുമെന്നുള്ള ആലോചനയിലാണ്. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, പ്രഭകുഞ്ഞ് ഒന്നും കൊണ്ടും ടെൻഷൻ ആവണ്ട, എന്തായാലും നന്ദമോനെ വിളിച്ചിട്ട് വിവരങ്ങൾ പറ, ഇനിയിപ്പോൾ വാശി പിടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുടുംബം തകരുന്ന കാര്യമെന്ന് പറഞ്ഞ് നന്ദമോനെ വിശ്വസിപ്പിക്കുക, അങ്ങനെ ദേവിനെ വിളിച്ചു കൊണ്ടുവരാൻ പറയാന്ന്. അങ്ങനെ പ്രഭാവതി നന്ദന് ഫോൺ ചെയ്യുന്നുണ്ട്. നന്ദന് ഫോൺ ചെയ്യുമ്പം നന്ദൻ കമ്പനിയിൽ തിരക്കിലാണ്. ആ സമയത്ത് എന്താ മേന്ന് ചോദിക്കുമ്പം നീ അത്യാവശ്യമായിട്ട് ഇവിടെ വരുമെന്ന് വരണം, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ വരാൻ പറ്റില്ല അമ്മേ, ഞാൻ ജോലിയിലാണെന്ന് പറയുമ്പം എന്നാൽ നീ തിരികെ വരുന്ന സമയത്ത് ദേവീനെയും കൂട്ടിക്കൊണ്ട് വേണം വീട്ടിലോട്ട് വരാൻ, എനിക്ക് ദേവികയോട് അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്, ഇതിൽ നീ വാശി പിടിക്കരുത്, ഞാൻ പറയണത് അനുസരിക്കണം, എനിക്ക് എത്രയും പെട്ടെന്ന് ദേവിയെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അത്യാവശ്യമാണ്, ഇന്ന് നീ ജോലി കഴിഞ്ഞ് വരുമ്പം ദേവിയെയും കൊണ്ടേ ഇങ്ങോട്ട് വരാവുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് നന്ദന് മനസ്സിലാവുന്നുണ്ട്, അമ്മ ഭയങ്കര ഗൗരവത്തിലാണല്ലോ, എന്തായാലും എന്തെങ്കിലും സീരിയസ് കാര്യം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും അമ്മ ദേവികയെ വിളിച്ചുകൊണ്ട് എല്ലാം പറയണേ. വൈകിട്ട് പോണ വഴിക്ക് ദേവികയെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകാമെന്നിങ്ങനെ മനസ്സിൽ തീരുമാനിക്കുന്നുണ്ട്. എന്നിട്ട് പ്രഭാവതിയോട് പറയുന്നുണ്ട്, ശരി അമ്മേ, ഞാൻ വൈകിട്ട് വരുമ്പം അവളെയും വിളിച്ചുകൊണ്ട് വരാമെന്ന്. പിന്നീട് പ്രഭാവതി ഫോൺ വെച്ചതും ഭാർഗവി ചോദിക്കുന്നുണ്ട്, എന്തായി പ്രഭകുഞ്ഞ്, നന്ദൻ കുഞ്ഞ് എന്നാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം നന്ദൻ ദേവിയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ദേവിമോൾ വന്നു കഴിയുമ്പം പ്രഭകുഞ്ഞ് എല്ലാ കാര്യങ്ങളും വ്യക്തമായി ദേവിമോളോട് പറയണം, ഇല്ലെങ്കിൽ ദേവിമോൾ സംശയിക്കും, ദേവിമോൾ MLA ആവണേന് പ്രഭകുഞ്ഞിന് കുശുമ്പാന്നേ വിചാരിക്കുള്ളൂ, അതുകൊണ്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറയണമെന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ എല്ലാ കാര്യങ്ങളും ദേവിയോട് തുറന്നു പറയും, അവളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യും, പിന്നെ ആ അരുന്ധതി എന്നോട് പകരം വീട്ടണ എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണമെന്ന്. അവരെങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പ്രഭാവതിയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഫോൺ ബെല്ലടിക്കുന്നുണ്ടതും പ്രഭാവതി വേഗം ഫോൺ എടുത്തിട്ട് ഇത് ആരാന്ന് മനസ്സിലാവണില്ലല്ലോ എന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആരാന്ന് ചോദിക്കുമ്പം എന്നെ മനസ്സിലായില്ലേ പ്രൊഫസർ പ്രഭാവതിക്കെന്ന് ചോദിക്കുന്നു. അപ്പോൾ തന്നെ പ്രഭാവതിക്ക് സംശയം തോന്നുന്നുണ്ട്, അരുന്ധതിയാണോ എന്ന്. നിങ്ങൾ ആരാന്ന് പറയാമെന്ന് പറയുമ്പം ഞാൻ അരുന്ധതിയാണ്. ആ സമയത്ത് പ്രഭാവതിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്, നീ എന്തിനാ എന്നെ വിളിക്കണേന്ന് ചോദിക്കുമ്പം ഞാൻ വിളിച്ചത് ഒരു പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്താനാ, ദേവികയെ സ്ഥാനാർത്ഥി സ്ഥാനം പിൻവലിപ്പിക്കാൻ വേണ്ടി നീ പരമാവധി നോക്കൂന്ന് എനിക്കറിയാം, പക്ഷെ അതൊരിക്കലും നടക്കില്ല, ദേവികയെ സ്ഥാനാർത്ഥിയാക്കിയത് ഞാനാണെങ്കിൽ അവളെ മത്സരിപ്പിക്കാനും ജയിപ്പിക്കാനും MLA ആക്കാനും എനിക്കറിയാം, അതുകൊണ്ട് നീ അതിനു വേണ്ടി പരിശ്രമിക്കേണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അത് നീ നോക്കിക്കോ അരുന്ധതി, ആരാ ജയിക്കാൻ പോണേന്ന്, വിജയം എപ്പോഴും എനിക്കൊപ്പം തന്നെയായിരിക്കും, എന്നെ നിനക്ക് ശരിക്കും അറിയില്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണേന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ശരിക്കും അറിയാം പ്രഭാവതി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണേ, നീ ദേവികയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ വേണ്ടി എന്ത് കളിയും കളിക്കുമെന്ന് എനിക്കറിയാം, അതിന് മെനക്കെടണ്ടെന്ന് പറയാനാണ് ഞാൻ വിളിച്ചതെന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാധിക ഇങ്ങനെ മുറ്റത്ത് നിൽക്കുന്ന സമയത്ത് നന്ദന അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. നന്ദനം കണ്ടതും രാധികയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം ദേവികേനെ കൊണ്ടുവന്ന് വിട്ടിട്ട് നന്ദു പോയതിന് ശേഷം പിന്നെ അങ്ങോട്ട് ചെല്ലുമോ ദേവികയെ വിളിക്കുകയോ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. ആ ഒരു വിഷമത്തിലാണ് നമ്മളുടെ രാധിക നിന്നത്. ആ സമയത്ത് നന്ദു ചെല്ലണ കണ്ടതും രാധികയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ രാധിക വേഗം തന്നെ നന്ദൻ്റെ അടുത്തേക്ക് എന്നിട്ട്, നന്ദ നീ വന്നല്ലോ, എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ എന്ന് പറയുമ്പം നന്ദൻ പറയുന്നുണ്ട്, എന്ത് പ്രശ്നം തീർന്നു? ഒരു പ്രശ്നവും തീർന്നിട്ടില്ല, എന്നോട് അമ്മ അവളെ വിളിച്ചുകൊണ്ട് എല്ലാം പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ പ്രശ്നം തീർന്നിട്ടല്ലേ മോൻ വന്നതെന്ന് ചോദിക്കുമ്പം ഞാനും അവളുമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല, അമ്മയ്ക്ക് ഇവളോട് അത്യാവശ്യമായിട്ട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു, അമ്മ അവളെ വിളിച്ചപ്പം അവൾ ചെല്ലില്ല, ഞാൻ വന്ന് വിളിച്ചുകൊണ്ട് പോയാലോ ചെല്ലോളൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ അവളെ വിളിക്കാൻ വന്നേ, അവളെവിടെ, അവളെ വിളിക്കുമെന്ന് പറയുന്നു. ആ സമയത്ത് ശാരിക ചോദിക്കുന്നുണ്ട്, പ്രഭ ആൻറ്റിക്ക് ചേച്ചിയോട് എന്ത് സംസാരിക്കാനാ ചേട്ടാന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, അത് അമ്മയ്ക്കും അവൾക്കേ അറിയുള്ളൂ, എന്തായാലും അവളോട് വരാൻ പറയാമെന്ന് പറയുന്നു. അങ്ങനെ നമ്മളുടെ ദേവിക അങ്ങോട്ട് വരുന്നുണ്ട്. ദേവിക വന്നതും നന്ദൻ ദേവികയോട് പറയുന്നുണ്ട്, അമ്മ നിന്നെ
വിളിക്കുന്നുണ്ട്, നിന്നോട് അമ്മയ്ക്ക് അത്യാവശ്യമായിട്ട് എന്തോ സംസാരിക്കണമെന്ന്. നിന്നെ വിളിച്ചപ്പം നീ ഞാൻ വിളിക്കാൻ വരാതെ ചെല്ലില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാൻ വന്നത്. വന്ന് വണ്ടി കയറ്, അമ്മ സംസാരിച്ച് കഴിയുമ്പോൾ നിന്നെ ഞാൻ തിരിച്ചിവിടെ തന്നെ കൊണ്ടുവന്ന് വിട്ടേക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ദേവികയ്ക്കാണെങ്കിൽ നല്ലോണം ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ദേഷ്യത്തോടുകൂടി ദേവിക നന്ദനോട് ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ നന്ദൻ്റെ കൂടെ വന്നില്ലെങ്കിൽ നന്ദൻ എന്നെ എന്ത് ചെയ്യുമെന്ന്. അത് കേട്ടതും നന്ദനാണെങ്കിൽ ആകെ സംശയത്തോടുകൂടി ഇങ്ങനെ ദേവികയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതേസമയം നമ്മുടെ രാധികയും ശാരികയൊക്കെ ആ ദേവികയുടെ ആ സംസാരം കണ്ട് ആകെ ഇങ്ങനെ ഭയന്ന് നോക്കി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനിയിപ്പോൾ നന്ദനോടുള്ള ദേഷ്യത്തിന് ദേവിക മിക്കവാറും നന്ദൻ്റെ കൂടെ പോകാനുള്ള സാധ്യതയൊന്നുമില്ല. മിക്കവാറും പ്രഭാവതി തന്നെ നേരിട്ട് ദേവികയുടെ വീട്ടിൽ വന്ന് കാര്യങ്ങൾ പറയാനാണ് സാധ്യത. പക്ഷേ ദേവിക അത് അംഗീകരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ദേവികയ്ക്ക് സപ്പോർട്ടായിട്ട് ഇപ്പോൾ അരുന്ധതി ഉള്ളതുകൊണ്ട് തന്നെ മിക്കവാറും ദേവിക മത്സരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. ഇനി വരുന്ന എപ്പിസോഡുകളിൽ അതൊക്കെ തന്നെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.